മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സുന്ദരിയാണ് ഗൗതമി. ഗൗതമി 1968 ആന്ധ്രാപ്രദേശിലാണ് ജനനം. അമ്മയും അച്ഛനും ഡോക്ടർമാരാണ്. സ്വല്പം സാമ്പത്തികമുള്ള വീട്ടിലെ കുട്ടിയായിട്ടാണ് ജനിച്ചത്. എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതമിക്ക് ആദ്യമായിട്ട് അവസരം വന്നത്, സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരു അവസരം വന്നത്. അങ്ങനെയാണ് ആദ്യ സിനിമ തമിഴാണ്. വസന്തമേ വരിക എന്ന് പറഞ്ഞുള്ളൊരു പടത്തിലാണ് ഗൗതമി ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ തെലുങ്ക്, തമിഴ്, മലയാളം, പിന്നെ അവിടെ നിന്ന് ഗൗതമിയുടെ ഒരു കാലടന്നു. ഗൗതമിയുടെ നല്ല അഭിനയ കഴിവുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കമലഹാസൻ, രജനികാന്ത്, സുരേഷ് ഗോപി, ഇനി മുൻനിര നായകന്മാരൊക്കെ കൂടെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കല്യാണം നടക്കുന്നത്. കല്യാണം നടക്കുന്നത് സന്ദീപ് എന്ന് പറഞ്ഞൊരു ബിസിനസ്സുകാരനായിട്ടാണ് കല്യാണം നടന്നത്. പക്ഷേ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി ഉണ്ടായി, പെൺകുട്ടീന് ആ കുട്ടി ഉണ്ടായി. അധികകാലം നീണ്ടു നിന്നില്ല, ഒരു ഡൈവോഴ്സായി കഴിഞ്ഞതിന് ശേഷം അമ്മ മരിക്കണം. അത് വലിയൊരു ദുഃഖമായി. അത് കഴിഞ്ഞ് അച്ഛനും മരിക്കണം. അതിനേക്കാളും വലിയ ദുഃഖമായി. അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഗൗതമിക്ക് ക്യാൻസർ എന്നുള്ളത് കണ്ടെത്തുന്നത്. അപ്പോൾ അങ്ങനെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ സിനിമകളിൽ നിന്നെല്ലാം ഇടവേളയെടുത്ത് അതിൻ്റെ ചികിത്സയും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഗൗതമി നിൽക്കണം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടും ഒക്കെ ജീവിതത്തിൽ വന്നുപെട്ടു. അതോടെ ഇതിനാരും ആശ്വസിപ്പിക്കാനില്ല. സിനിമാ ലോകത്തു നിന്നുള്ളവരൊക്കെ ഗൗതമിനെ മറന്നു. ഒറ്റപ്പെട്ടൊരു ജീവിതമായി മകളായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കമലഹാസൻ ചെല്ലുന്നത്. കമലഹാസൻ ചെന്ന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും കമലഹാസൻ കൂട്ടുനിന്നു. അപ്പോൾ അങ്ങനെ നിന്നിട്ടാണ് അവർ ഒരുമിച്ച് ജീവിക്കാം എന്ന് കണക്കൂട്ടിയത്. 13 കൊല്ലം കമലഹാസനായിട്ട് ഗൗതമി ഒത്തൊരുമിച്ച് ജീവിച്ചു. അതിൽ കുട്ടികളൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെയാണ് ഈ കമലഹാസനും നമ്മുടെ ഗൗതമിയായിട്ടുള്ള ആ ഒരു ബന്ധം കോംബോ വരുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവർ തമ്മിൽ തെറ്റിയോട് കൂടിയിട്ട് കമലഹാസൻ്റെ കുറേ സ്വത്തുകളിലൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സ്വത്തുകളുടെ വഴക്കിന് പ്രശ്നങ്ങളുണ്ടായി. സ്വത്തുകൾ കോടതിയിൽ കേസ് വന്നു. അവരെ ബന്ധുക്കൾ തന്നെ കുറേ സ്വത്തുകൾ ഗൗതമിയെ തട്ടിയെടുത്തു. അതിനെതിരെ കേസ് വന്നു. അപ്പോൾ അങ്ങനെ കുറേ നൂലാമലകൾ അനുഭവിക്കേണ്ടി വന്നു ഗൗതമിക്ക്. അങ്ങനെ കുറേ സ്വത്തുകൾ വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതോടുകൂടിയിട്ട് കമലഹാസൻ്റെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഗൗതമിയായിട്ടുള്ള ജീവിതം അതോടുകൂടിയിട്ട് അവസാനിപ്പിച്ചു. കമലഹാസൻ സെപ്പറേറ്റായി. ഇപ്പോൾ കമലഹാസൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഇപ്പോൾ കമലഹാസൻ്റെ കൂടെ ഒരു നടിയോ ആരുമില്ല. കോടികൾ വിലയുള്ള വലിയൊരു ബംഗ്ലാവ് പണിയുന്നുണ്ട്. ഇന്ന് ഹെലികോപ്റ്റർ വരെ വന്നിറങ്ങാൻ പറ്റാവുന്ന വയസ്സുള്ളൊരു വീടാണ്. ആർക്ക് വേണ്ടിയാൽ പണിയുന്ന ഒരു പെടുത്തമില്ല. ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാനാണ് കമലഹാസൻ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. പെണ്ണുങ്ങളായിട്ട് ഇനി യാതൊരു ബന്ധം വേണ്ടെന്ന് പറയുന്നത്. അങ്ങനെയാണ് കമലഹാസൻ്റെ മനസ്സിലിരിപ്പ് ഇപ്പോൾ. അത് കഴിഞ്ഞ് അങ്ങനെ ഗൗതമി എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കണമല്ലോ. ഏക്കറക്കണക്കിന് സ്വത്തുണ്ട്. അവിടെയൊക്കെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ മുല്ലപ്പൂവിൻ്റെ കൃഷി കൊണ്ട് തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഒരു ഏക്കറക്കണക്കിന് സ്ഥലത്ത് നമ്മുടെ അവിടെ നാട്ടിലൊക്കെ വരുന്ന മുല്ലപ്പൂവൊക്കെ ഗൗതമിയുടെ ഫാമിൽ നിന്ന് വരുന്നതാണ്. അത്ര വിലപിടിപ്പുള്ള മുല്ലപ്പൂകളൊക്കെ ഗംഭീര കൃഷി നടത്തുന്നുണ്ട്. അതിൻ്റെ വലിയൊരു ഉടമയാണ് ഇപ്പോൾ ഗൗതമി. മകളാണെച്ചാലോ ഗൗതമിയെക്കാളും സുന്ദരിയാണ്. കാണാൻ നല്ല സ്റ്റൈലുള്ള. എന്തുകൊണ്ടാണ് സിനിമയിൽ അഭിനയിപ്പിക്കാത്തതെന്ന് മാത്രം നമുക്കറിയില്ല. ഇപ്പം മകളുമായി സന്തോഷമായിട്ട് ഗൗതമിയുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ക്യാൻസറിനോടൊക്കെ വിട പറഞ്ഞു, ടാറ്റ ബൈ ബൈ പറഞ്ഞ് ക്യാൻസറിനെയൊക്കെ ഓടിച്ചു. അത് ഒരുപാട് വേദനകൾ അനുഭവിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ഒരു ജീവിതമാണ് ഗൗതമിയുടെ. പറയാതിരിക്കാൻ പറ്റില്ല. നല്ലൊരു നടിയാണ്. എന്ത് ചെയ്യാം.